ചിന്നങ്ങോട്ടോ? മാർക്കറ്റിലേക്കാ. സുഖമില്ലാത്ത ഈ അമ്മയും കൊണ്ടോ? എടോ, മാർക്കറ്റിലെ പൊടിയൊക്കെ അടിച്ചാ തന്റെ അമ്മയുടെ ശ്വാസം മുട്ട് കൂടില്ലേ? അത് ഞാൻ മാത്രം മനസ്സിലാക്കി പോരല്ലോ, അമ്മയ്ക്ക് കൂടി മനസ്സിലാവണ്ടേ. ഇന്നിവിടെ ആരൊക്കെയോ ഗസ്റ്റുകളുണ്ട്. അവർക്ക് നല്ല ഫ്രഷ് വെജിറ്റബിൾസും മീറ്റും ഒക്കെ വാങ്ങണമെന്ന് രമാദേവി മാഡം പറഞ്ഞു. അത് വാങ്ങാനായിട്ട് പോവാ. അതിന് ആന്റിയെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? ഇപ്പൊ തന്നെ ആന്റിയുടെ ആരോഗ്യം ശരിയല്ല. കഴിഞ്ഞ ദിവസം ശ്വാസം എടുക്കാൻ വേണ്ടി പാടുപെടുന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. മാർക്കറ്റിലെ പൊടി കൂടി ആവുമ്പോ തന്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ട് കൂടില്ലേ? ഞാൻ തനിച്ചു പോകാനിരുന്നതാ. ഞാനും കൂടി വരുമെന്ന് വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അനുസരിക്കാതെ പറ്റില്ലല്ലോ. ദേ കണ്ടില്ലേ? അതെ, നിങ്ങൾ രണ്ടുപേരും വെറുതെ നടന്ന് ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ വണ്ടിയിലേക്ക് കയറിക്കോ, ഞാൻ നിങ്ങളെ മാർക്കറ്റിൽ കൊണ്ടുവിടാം. അതൊന്നും സാരമില്ല, കേറിക്കോ. ഞാനല്ലേ പറയുന്നത്, കേറിക്കോ. കേറടോ. വാ അമ്മേ. കേറിക്കോ. നിക്കേ. ആഹാ, തമ്പുരാട്ടിമാര് രണ്ടുപേരും കൂടി എവിടേക്കാണാവോ? ആ പിന്നെ ഇത് കണ്ട അടുക്കളക്കാരികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടിരിക്കുന്ന വണ്ടിയല്ല. അടുക്കളക്കാരികൾ കാറിൽ ഞെളിഞ്ഞിരുന്നേ ചന്തയ്ക്ക് പോകും. ആ സൂപ്പർ. ആ വേണമെങ്കിൽ ഞാനൊരു ഹെലികോപ്റ്റർ കൂടി വാങ്ങിച്ചു തരാം. അതാകുമ്പോ പറന്നു നടക്കല്ലോ. ഞങ്ങൾ നടന്നു പോന്ന അപ്പോഴേ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തിനാ ഞങ്ങൾ നിർബന്ധിച്ച്? ഇപ്പോ ഒരു ആവശ്യമില്ലാതെ വായിന്ന് കേൾക്കേണ്ടി വന്നില്ലേ? അല്ല, ഞാനിവരൊന്നും നീ ഒരിടത്തേക്കും പോകുന്നില്ല. ഇവിടെ ഇന്ന് ഗസ്റ്റുകൾ ഉണ്ടാവും. അവർ വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം. ഹാ, തമ്പുരാട്ടിമാര് ഇനിയും പുറപ്പെട്ടില്ലേ? റോഡിൽ ഇറങ്ങി നിന്ന ബസ്സോ ഓട്ടോയോ കിട്ടും. അതീ കയറി പച്ചക്കറി വാങ്ങാൻ പോയാ മതി. നിന്ന് കറങ്ങാതെ ഗസ്റ്റുകൾ വരും മുമ്പ് പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. വായി നോക്കി നിക്കാതായി. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. വണ്ടി എടുത്തോണ്ട് പോടാ.